ഹലോ ഗായ്സ്, നമ്മളിന്ന് ടൗണിൽ പോവാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഷിഗാസ് വേൾഡിലേക്ക് സ്വാഗതം. ഹായ്, എവിടെ പോവാ? മരുന്ന് വാങ്ങാൻ. അപ്പം നമ്മൾ ഇവിടുന്ന് പാണത്തൂര് വരെ ഓട്ടോയിലാണ് പോകുന്നത്. വണ്ടി വരുന്നുണ്ട്. സമയം ഇപ്പോൾ 7 മണിയാണ്. നമ്മൾ രാവിലെ ഇറങ്ങി ഹോസ്പിറ്റലിൽ പോകണം. കൊച്ചിന് ചെവിയിൽ ചെറിയൊരു കിരികിരിപ്പുണ്ട്, അങ്ങനെ അത് കാണിക്കണം. പിന്നെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കാണ് ടൗണിൽ പോണത്. അപ്പം നമ്മൾക്ക് പോയിട്ട് വരാം. ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഓട്ടോ ഇപ്പോൾ വരും. വീട്ടൊക്കെ വെച്ചില്ല എങ്ങനെ പോരുത് കണ്ടല്ലേ. അതിനൊരെണ്ണം പുതിയത് വീട് കിടക്കാളാ. അപ്പോൾ നമ്മൾ രാജപുരത്തുള്ള പൂടങ്കലിലോട്ടാണ് പോയത്. അവിടെ നമ്മുടെ കുഞ്ഞിലെ തൊട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബസ്സിൽ ഒരു അരമണിക്കൂറോളം ഇരിക്കണം. അതാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ടോക്കൺ നമ്പറൊക്കെ മേടിച്ച് അവിടെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ കൊച്ചിനെ കാണിച്ച ഒരു 10-10:30 ആകുമ്പോൾ നമ്മൾ മെഡിസിൻ വാങ്ങിച്ച് ഇറങ്ങി. കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഹോട്ടലിൽ കയറി ബാത്റൂമിലൊക്കെ പോകണമായിരുന്നു. അങ്ങനെ ബാത്റൂമിലൊക്കെ പോയി. എന്തായാലും നമ്മൾ ഹോട്ടലിൽ കയറിയതില്ല. അങ്ങനെ നമ്മൾ 2 ചായയും കൊച്ചിന് പാലും പഴംപൊരിയൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇഡലി സാമ്പാറും കഴിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അധികം വിശപ്പില്ലായിരുന്നു. ലൈറ്റായിട്ട് ചായ കുടിച്ചു. ഓപ്പോസിറ്റ് കടയിൽ ഇതേ മാങ്ങയും നെല്ലിക്കയും ബീട്രൂട്ടൊക്കെ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പിലിട്ട് 2 മാങ്ങ മേടിച്ചു കേട്ടോ. അങ്ങനെ ഉപ്പിലിട്ടൊന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളിതേ ബസ് സ്റ്റാൻഡിലോട്ട് പോയിരുന്നു. ബസ് സ്റ്റാൻഡിലോട്ട് പോയിരുന്നപ്പോൾ എനിക്കൊരു കൊതി ഉപ്പിലിട്ടതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. അപ്പാര ടേസ്റ്റാണ്. എനിക്ക് ഉപ്പിലിട്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാണത്തൂരിലോട്ട് പോണ ബസ് വന്നു. ഞങ്ങൾ അതിൽ കയറി. അങ്ങനെ പാണത്തൂരിലോട്ട് വന്നപ്പോൾ ഏകദേശം ഉച്ചയായി. അങ്ങനെ നമ്മൾക്ക് ഏകദേശം വിശപ്പൊക്കെ ആയി തുടങ്ങി. നമ്മൾ ഒരു കടയിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ്. അങ്ങനെ ഞാനും അമ്മയും ശിവക്കുട്ടിയും കൂടെ ബിരിയാണി കഴിക്കുകയാണ്. നമ്മളെപ്പോഴും പാണത്തൂരിലോട്ട് വന്ന ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. നല്ല അടിപൊളി ഫുഡ് ക്വാളിറ്റിയാണ്, നല്ല ടേസ്റ്റും തോന്നാറുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതേ ഡ്രസ് ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇവിടെ നമുക്കൊരു വലിയൊരു ഉത്സവം വരികയാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ പോവുകയാണ്. അങ്ങനെ കുറേ വെറൈറ്റി ഡ്രസ്സസ് ഞാൻ നോക്കി. കുറേ കളക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറേയൊക്കെ ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞ അവസാനം ഞാൻ എടുത്തത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ ആ സമയത്ത് മറന്നുപോയി. അങ്ങനെ എൻ്റെ തന്നെ അരമണിക്കൂർ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശിവകുട്ടീരെയും കൂടെ നോക്കിയായിരുന്നു. ശിവകുട്ടിക്ക് സത്യം പറഞ്ഞാൽ അത്ര സമയമൊന്നും വേണ്ടി വന്നില്ല. ശിവകുട്ടിക്ക് ഒരു ഫ്രോക്കാണ് ഞങ്ങൾ എടുത്തത്. ഇത് ശിവകുട്ടിയുടെ അമ്മൂമ്മയുടെ വകയാണ്. അതുകൊണ്ട് അമ്മൂമ്മക്ക് ഇഷ്ടപ്പെട്ടതാണ് ശിവകുട്ടിക്ക് എടുത്തത്. അങ്ങനെ 2-3 ഡ്രസ്സൊക്കെ ശിവകുട്ടിക്ക് നോക്കിയിട്ട് അവസാനം ശിവകുട്ടിക്ക് ഈ പർപ്പിളാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ ഡ്രസ് ഷോപ്പിങ്ങും കഴിഞ്ഞു. വെളിയിറങ്ങി കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് നമ്മളിതേ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോണത്. ദേ കുരങ്ങിനെ കണ്ടോ. അങ്ങനെ നീണ്ട ഒരു ഷോപ്പിങ്ങും പോക്കൊക്കെ കഴിഞ്ഞതേ വന്നു. തളർന്നു. വീട്ടിൽ പോകണം. വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ എത്തി. രാവിലെ ഒരുങ്ങിപ്പോയതുപോലെ അല്ല, ഇപ്പോൾ ആകെ കോലം കിട്ടും. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.